ഹോട്ടലുകളിൽ 1-ാം തീയതി ഇനി മദ്യം വിളമ്പാം. വിദേശ മദ്യചട്ടം സർക്കാർ ഭേദഗതി ചെയ്തതോടെയാണ് ഇത് സാധ്യമാകുന്നത്. എന്താണ് ഇതുകൊണ്ട് സർക്കാരിനുള്ള നേട്ടം? ആർക്കൊക്കെ ഗുണം ചെയ്യുന്ന നീക്കമാണിത്? എല്ലാ ഹോട്ടലുകൾക്കും ഇത് അനുവദനീയമാണ്. സമ്മേളന വെഡിംഗ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് സർക്കാർ മുൻഗണന കൊടുക്കുന്നത്. 1-ാം തീയതി ഹോട്ടലിൽ നടക്കാനിരിക്കുന്ന സമ്മേളനത്തിന്റെയോ വിവാഹ സൽക്കാരത്തിന്റെയോ വിശദാംശങ്ങൾ 7 ദിവസം മുമ്പ് എക്സൈസ് കമ്മീഷണർക്ക് അപേക്ഷ സഹിതം നൽകണം. ഒറ്റ ദിവസത്തേക്ക് 50,000 രൂപയാണ് ഫീസ്. അതേസമയം സർക്കാർ വിജ്ഞാപനം ചെയ്ത മറ്റേതെങ്കിലും ഡ്രൈഡേയും ഇംഗ്ലീഷ് മാസം 1-ാം തീയതിയും ഒരുമിച്ച് വരികയാണെങ്കിൽ ഇളവ് ലഭിക്കില്ല. ഈ ചടങ്ങിൽ മാത്രമേ മദ്യം വിളമ്പാൻ പാടുള്ളൂ. നിലവിൽ ബാർ ലൈസൻസ് ഇല്ലാത്ത ഹോട്ടലുകൾക്കും ഇതിനായി അപേക്ഷിക്കാം. ഈ ഓഗസ്റ്റ് 1 മുതൽ എക്സൈസ് കമ്മീഷണറുടെ അനുമതി ഉണ്ടെങ്കിൽ മദ്യം വിളമ്പാം. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നൽകുന്ന 3 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ, ഹെറിറ്റേജ് ഗ്രാൻഡ്, ഹെറിറ്റേജ് ക്ലാസിക് ഹോട്ടലുകൾക്കും ബുട്ടിക് ഹോട്ടലുകൾക്കുമാണ് ഇളവ് ബാധകമാകുന്നത്. ടൂറിസം, ഡെസ്റ്റിനേഷൻ വെഡിംഗ് എന്നിവയ്ക്ക് വെല്ലുവിളിയാകുന്നു ഡ്രൈഡേ എന്ന് ടൂറിസം മേഖലയിലുള്ളവർ ചൂണ്ടിക്കാട്ടിയത് പരിഗണിച്ചാണ് മദ്യനയത്തിലെ ഈ മാറ്റം. അതേസമയം സംസ്ഥാനത്ത് IT പാർക്കുകളിൽ മദ്യം വിളമ്പാനുള്ള അനുമതി നൽകിക്കൊണ്ട് സർക്കാർ നേരത്തെ തന്നെ ഉത്തരവ് ഇറക്കിയിരുന്നു. സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന IT പാർക്കുകൾക്കും സ്വകാര്യ IT പാർക്കുകൾക്കും ലൈസൻസിന് അപേക്ഷിക്കാം. ലൈസൻസിനായി 10 ലക്ഷം രൂപയാണ് അടയ്ക്കേണ്ടത്. എന്തായാലും കോവിഡ് കാലത്ത് പോലും കുടിയന്മാരെ കൈവിടാതെ ഓൺലൈൻ മദ്യവ്യാപാരം വരെ പരീക്ഷിച്ച സർക്കാരിന് പുതിയ മദ്യവിൽപ്പന നയത്തിലൂടെ നികുതി വരുമാനം കൂടുമെന്ന് നിസ്സംശയം പറയാം.